ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് കാലെടുത്ത് വെക്കുന്ന യങ്സ്റ്ററാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ നോർമലി ഒരു ഓണ്ടർപ്രണർ അല്ലെങ്കിൽ CEO എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വലിയ കാറും ഫാൻസി കാറും ഇൻസ്റ്റാഗ്രാം റീൽസ് കാര്യങ്ങളും കുറേ കാര്യങ്ങളായിരിക്കും. അത് ഇൻസ്റ്റൻറ്റ് ഫ്രീഡം അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള മണി അങ്ങനത്തെ ഒരു കാര്യം കണ്ടിട്ടായിരിക്കും നമ്മൾ ഇറങ്ങുക. പക്ഷേ ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളത് വലിയൊരു ലീഡർഷിപ്പാണ്. നമ്മളൊരു ഓണ്ടർപ്രണർഷിപ്പ് തുടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മളൊരു CEO അല്ലെങ്കിൽ ചെയർമാനോ അല്ലെങ്കിൽ ഒരു വലിയ റോളിലേക്ക് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ കൂടെയുള്ള ആൾക്കാരെ നോക്കാൻ പറ്റണം. കാരണം അവരെ ആവശ്യങ്ങൾ നിറവേറാൻ പറ്റണം. അവർക്ക് ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവണം, അതിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഫേസാണ് നമ്മൾ ശരിക്കും ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പ് കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. പിന്നെ നമുക്കൊരു മോട്ടിവേഷനും കാര്യങ്ങളും ഡെയിലി ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ചിലപ്പോൾ ഇൻവെസ്റ്റർ പ്രഷർ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻവെസ്റ്ററെ കണ്ടെത്താനുള്ളൊരു പ്രഷർ ഉണ്ടാവും, കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ യങ്ങായിട്ട് വരുന്ന ആൾക്കാർ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മേജറായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുക. നിങ്ങളിപ്പം കോളേജോ അല്ലെങ്കിൽ സ്കൂളോ എന്ത് കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിലും നിങ്ങളെ ഇപ്പം ഒരു ഓണ്ടർപ്രണർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ചിലപ്പം ഫണ്ട് കിട്ടണമെന്നില്ല, ചിലപ്പം കുറേ നഷ്ടത്തിലായിരിക്കും, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനധികം കോളേജ് കഴിയുന്ന ആൾക്കാരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ചെയ്യേണ്ട കാരണം നിങ്ങളുടെ ഫാമിലിയും കാര്യങ്ങളും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചിലവ് മാത്രം നോക്കിയാൽ മതി എന്നുള്ളൊരു കേസ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയ ഒരു കുഴപ്പമില്ല. നിങ്ങളെ ഫാമിലിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്, നിങ്ങൾ ഇറങ്ങുന്ന കുറച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ റിസ്ക് ആയിപ്പോകും. കാരണം നിങ്ങളുടെ സ്റ്റാർട്ടപ്സിൻ്റെ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി വേറെ ആയിരിക്കും. നമ്മൾ ചാർട്ട് വരയ്ക്കും, കാര്യങ്ങൾ സെറ്റ് ചെയ്യും, പക്ഷെ അങ്ങനെ ഒന്നും വർക്ക് ചെയ്യുന്ന സാധനമല്ല. ഇതൊരു ഏർലി സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഏർലി ഓണ്ടർപ്രണറോട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലൊന്നല്ല ഇത് പോവുക, പല രീതിയിൽ ഇത് മാറിയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളെ ഫാമിലിയോ അല്ലെങ്കിൽ ആരും നിൽക്കുന്നുണ്ടെങ്കിൽ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങുന്നതിനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ കാര്യങ്ങൾ യങ്ങായിട്ടുള്ള ഓണ്ടർപ്രണേഴ്സ് മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും അല്ല ഫാൻസി കാസും കാണുമ്പോൾ നമ്മൾ ദിസ് ഇസ് സോ സിമ്പിൾ അങ്ങനെ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. ഫസ്റ്റത്തെ കുറച്ച് കാലം നമ്മൾ നല്ല ബിൽഡ് ചെയ്ത് നമ്മൾ ഹസ്സിൽ ചെയ്ത് സ്ട്രഗിൾ ചെയ്യേണ്ട പീരീഡ്സാണ്. അപ്പോൾ അതൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് റിസ്ക്കും കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായിട്ട് മാത്രം എന്താക്കുക ഓണ്ടർപ്രണർ ആവാൻ മുന്നോട്ട് വരിക. ഓക്കെ.